രാജ്യവ്യാപകമായിട്ട് പ്രതിപക്ഷ കക്ഷികൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, വ്യാജ വോട്ടുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമര രംഗത്താണുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ NDA വിജയിച്ച ഒരേ ഒരു മണ്ഡലമായ തൃശ്ശൂരിൽ വ്യാപകമായ തോതിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ആരോപിക്കുന്നത്. അതിൽ അവർ ആരോപിക്കുന്ന കാര്യങ്ങൾക്ക് അവർ ഉയർത്തി കാണിക്കുന്ന അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ ക്രമാതീതമായിട്ട് വ്യാജ വോട്ടുകൾ ചേർത്തു എന്നുള്ളതാണ്. ഈ 2 ഫ്ലാറ്റിൽ നിന്ന് മാത്രം ചേർത്തത് 117 വോട്ടുകൾ എന്നാണ് കോൺഗ്രസ് വോട്ടർ പട്ടിക ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്നത്. അത് മറ്റെവിടെയുമല്ല, പൂങ്കുന്നത്ത് ശങ്കരൻകുളങ്ങരയിലെ ഫ്ലാറ്റിൽ മാത്രം 79 പേരെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് വിവരം. തൊട്ടടുത്ത ബൂത്തിൽ 38 വോട്ടുകളും ചേർത്തു. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനാൽ ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ എന്നാൽ ഇതിൽ ഒരാൾ വോട്ട് രേഖപ്പെടുത്തി എന്നും ആണ് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ മുൻ കൗൺസിലറായ വത്സല ബാബുരാജ് ഇപ്പോൾ പറയുന്നത്. അവർ ഈ പറയുന്നതനുസരിച്ചിട്ട് അവർ വോട്ടർ പട്ടികയൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ എത്ര പേര് വ്യാജ വോട്ടർമാരുണ്ട്, ഇവർക്ക് വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അനധികൃതമായി ചേർത്തവരിൽ ഒരാൾ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പൂങ്കുന്നത്തെ ഇൻലൻഡ് അപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ്, ആ ഇൻലൻഡ് അപ്പാർട്ട്മെൻറ്റിലെ മാത്രം കാര്യമാണ് ഈ പറഞ്ഞത്. 79 വോട്ട് ക്രമരഹിതമായി ചേർത്തു. ഇവരൊന്നും തന്നെ അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാരല്ല. ഇവരെല്ലാം, ഏറ്റവും രസകരമായ കാര്യം, ഇവരെല്ലാം ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരാണ് എന്നാണ് പറയുന്നത്. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരെ തൃശ്ശൂർ പൂങ്കുന്നം ശങ്കരൻകുളങ്ങരയിലെ ഇൻലൻഡ് ഫ്ലാറ്റിൽ അനധികൃതമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഫ്ലാറ്റിലെ ഒരു നമ്പർ ഉപയോഗിച്ച് അവിടുത്തെ വോട്ടർമാരായിട്ട് രേഖപ്പെടുത്തി അത് ഈ വോട്ടർ പട്ടികയിൽ അവർ കടന്നുകൂടി എന്നാണ് പറയുന്നത്. ആലത്തൂർ മണ്ഡലത്തിലുള്ള ഇവർ എങ്ങനെ തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ ഈ ഫ്ലാറ്റിൽ എത്തി അവരെ വോട്ട് രേഖപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ പറഞ്ഞ കോൺഗ്രസ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു ഫ്ലാറ്റ്, വാട്ടർ ലില്ലി ഫ്ലാറ്റ്, 39 പേരെയാണ് ഇവിടെ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തത് എന്നും വത്സല ബാബുരാജ് പറയുന്നുണ്ട്. അതായത് 39 പേരവിടെ, മറ്റിടത്ത് 79 പേരും, 38 പേരുടെ 79 പേരവിടെ, 117 പേര് 2 ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് മാത്രം ചേർത്തു എന്ന് പറഞ്ഞത്. വെറും 2 ഫ്ലാറ്റ്, ഒരു ഫ്ലാറ്റിൽ എങ്ങനെയാണോ 79 പേർക്കൊക്കെ താമസിക്കാൻ പറ്റുക? ഇത് ചേർക്കാൻ പോകുമ്പോൾ അവിടെയുള്ളവർക്ക് മനസ്സിലാവേണ്ടതല്ലേ. അന്ന് അതാരും ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയ വിഷയമായിട്ട് ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത്. ഇലക്ഷന് മുമ്പേ കുറേ കാര്യങ്ങളൊക്കെ ഇവർ കണ്ടെത്തിയിരുന്നു, അന്ന് പരാതി കൊടുത്തിരുന്നു. അതുകൊണ്ട് കളക്ടർക്ക് പരാതി കൊടുത്തുകൊണ്ട് ഇത്രയും പേർക്ക് വോട്ട് ചെയ്യപ്പെടുത്താൻ സാധിച്ചില്ല. അതിൽ ഒരാൾ മാത്രം വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇങ്ങനെ സമാനമായ രീതിയിൽ തൃശ്ശൂരിലെ 10ഓളം ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വോട്ട് ചേർക്കലുകൾ നടന്നു എന്നാണ് വിവരം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നായിരുന്നു കോൺഗ്രസും LDFിൻ്റെ പ്രധാനപ്പെട്ട അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം, അതിനു മുന്നും പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം കൃത്യമായിട്ട് വോട്ടർ പട്ടിക വെച്ചിട്ട് അവർ പറയുകയും ചെയ്തിരുന്നത്. അന്ന് അവർ വലിയ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ 11 പേരെ ബൂത്ത് നമ്പർ 116 1016 മുതൽ 1026 വരെയുള്ള ക്രമ നമ്പറിൽ ചേർത്തതായിട്ട് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന പട്ടികയിൽ, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വന്ന പട്ടികയിൽ ഇവരുടെ ആരുടെയും പേരുകൾ അതിനകത്തില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപി 60,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച സ്ഥലത്ത് അത്രയും ഒരു വലിപ്പം അല്ലെങ്കിൽ അത്രയും ഒരു വളർച്ച BJPക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസും LDFും അന്ന് മുതലേ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞ 2 ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് മാത്രം ഇത്രയും വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10-ലധികം ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചിട്ട് ആയിരക്കണക്കിന് വോട്ടുകളാണ് വ്യാജ വോട്ടർമാരെ ഇവിടെ തിരികെ കയറ്റിയത് എന്നാണ് LDFും കോൺഗ്രസും പറയുന്നത്. അതായത് ആലത്തൂർ പോലുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അവർക്ക് യാതൊരു വിധത്തിൽ ജയസാധ്യതയുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് പോലും കൊടുക്കാൻ സാധിക്കാത്ത ഒരു മണ്ഡലത്തിൽ നിന്ന് വോട്ടർമാരെ ബൾക്കായിട്ട് തൃശ്ശൂരിലെ പല ഫ്ലാറ്റുകളിലും അടഞ്ഞു കിടക്കുന്ന വീടുകളുടെയും ഒക്കെ നമ്പറുകൾ ഉപയോഗിച്ച് അവരെ ഇവിടുത്തെ വോട്ടർമാരാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ BJPക്ക് ഇത്ര വലിയൊരു വിജയം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു വോട്ടർ പട്ടികയിൽ ഒരാളെ ചേർക്കുന്നത്? ഒരാളിപ്പം, ഞാൻ വേറൊരു മണ്ഡലത്തിലെ വോട്ടറാണെങ്കിൽ എൻ്റെ അവിടെയുള്ള വോട്ട് തള്ളി എന്നുള്ള ഒരു പേപ്പറും ഇവിടെ കൊണ്ടുവരണം.
ഞാൻ ഇവിടെ എത്ര കാലമായിട്ടാണ് താമസിക്കുന്നത് അത്രയും കാലമായിട്ട് ഇവിടുത്തെ സ്ഥിര താമസക്കാരനാണ് എന്നത് തെളിയിക്കുന്ന ആ ഒരു രേഖയും കൂടെ, അതായത് എനിക്ക് തോന്നുന്നു 6 മാസം കണ്ടാണെന്ന് തോന്നുന്നു, 6 മാസമായിട്ട് ഞാൻ ഇവിടുത്തെ സ്ഥിര താമസക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും പിന്നെ എൻ്റെ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു തിരിച്ചറിയൽ കാർഡും കൊടുത്താൽ മാത്രമാണ് എനിക്ക് ഈ മണ്ഡലത്തിൽ എവിടെയാണ് വോട്ട് ചേർക്കേണ്ടത് ആ മണ്ഡലത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കും. ഇവിടെ ഈ പറഞ്ഞ ഫ്ലാറ്റുകളിലൊന്നും ഇവരാരും സ്ഥിര താമസക്കാരല്ല എന്നാണ് മനസ്സിലാവുന്നതല്ല, അങ്ങനെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള സ്ഥിര താമസക്കാർ അല്ലാത്തവർക്ക് എങ്ങനെയാണ് വോട്ട് ചേർക്കാൻ സാധിച്ചത് എന്നുകൂടി പരിശോധിച്ച് നോക്കണം. അവിടെയാണ് കോൺഗ്രസ് പറയുന്ന കാര്യത്തിൻ്റെ പ്രസക്തി. BLOമാരെ, അതായത് ബൂത്ത് ലെവൽ ഉള്ള ഓഫീസർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്നതാണ് BLOമാർ. ഈ BLOമാരെ BJP പർച്ചേസ് ചെയ്തു. BJP ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിച്ചുകൊണ്ട് ഈ BLOമാർ വഴി അവർക്ക് ഇഷ്ടാനുസരണം വോട്ട് ചേർക്കാൻ സാധിച്ചത് എന്നതാണ് ഈ പറഞ്ഞ കോൺഗ്രസും LDFും ഒക്കെ ആരോപിക്കുന്ന ഒരു കാര്യം. BLOമാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ ഏത് ബൂത്തിലും ചേർക്കാം, ഏത് ബൂത്തിലും വോട്ട് രേഖപ്പെടുത്താനുള്ള വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നതുകൊണ്ടാണല്ലോ തൃശ്ശൂർ എന്നല്ല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, അച്ഛൻ്റെ പേരിൻ്റെ അടുത്ത് ABCD എന്നും വീട്ടുപേരിൻ്റെ അടുത്ത് LMNOP എന്നും രേഖപ്പെടുത്തുന്ന രീതിയിൽ ഒരു വോട്ടർ പട്ടിക വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BLOമാർ വിചാരിക്കാതെ അങ്ങനെ ചേർക്കാൻ പറ്റുമോ? അങ്ങനെ ചേർക്കാൻ പറ്റില്ല. BLOമാർ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചേർക്കാൻ പറ്റുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വോട്ടിംഗ് രീതികളൊക്കെ കാലാനുസൃതമായിട്ട് മാറേണ്ട സമയമായിരിക്കുന്നു. റേഷൻ കടകൾ പോലും അപ്ഡേറ്റഡായി. റേഷൻ കടകളിൽ പോലും നമ്മൾ ആധാർ തമ്പ് വെച്ചാൽ മാത്രമാണ് നമുക്ക് അരി ലഭിക്കുക എന്ന രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇപ്പോഴും യാതൊരു വിധത്തിലുള്ള അപ്ഡേഷനും ഇല്ലാത്ത ഒരു സംവിധാനമായിട്ട് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അവസ്ഥ. അത് മാറണം. ആധാറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വോട്ടർ പട്ടിക ക്രമീകരിക്കണം, ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം, ഫിംഗർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കണം. എങ്കിൽ വ്യാജ വോട്ട് അല്ലെങ്കിൽ കള്ള വോട്ട് എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. എങ്ങനെ? അതായത് വോട്ടർ പട്ടികയെ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ലിപ്പുമായിട്ട് പോയിട്ടാണ് ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആധാർ കാർഡ് കൊണ്ടുപോകണം. ആധാർ കാർഡിൽ നമ്മൾ ഫോട്ടോ ഉണ്ടാവും. ആധാർ കാർഡ് നമ്പർ അടിച്ച് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ തന്നെയാണോ അത് എന്ന് മനസ്സിലാവും. അപ്പോൾ തമ്പ് വെക്കാൻ പറയണം. തമ്പ് വെക്കുമ്പോൾ സ്വാഭാവികം ഇപ്പോൾ ആധാർ കാർഡും നമ്മുടെ ഫോട്ടോയൊക്കെ മാറ്റിയിട്ട് ഒരു വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി എൻ്റെ ആധാർ കാർഡിൻ്റെ എന്താ പറയുക നമ്പറൊക്കെ വെച്ച് വേറെ ഞാനുമായിട്ട് അതേ ഏകദേശം സാമ്യമുള്ള ഒരാളുടെ ഫോട്ടോയൊക്കെ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒപ്പിച്ചെടുത്തു എന്ന് വിചാരിക്കാം. ആധാർ കാർഡ് സിസ്റ്റത്തിൽ അടിച്ചു നോക്കുമ്പോൾ അപ്പം മനസ്സിലാവുമല്ലോ ഇത് ഇന്ന ആൾ തന്നെയാണോ എന്നുള്ളത്. ഫോട്ടോ വ്യത്യാസം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഇനി അതൊക്കെ മാച്ചിങ് ആണ്, ഓക്കെ, അവരെ സമ്മതിക്കുക. അപ്പോഴും ഉണ്ടല്ലോ നമ്മൾ തമ്പ് ഇംപ്രഷൻ എന്തായാലും വേറൊരാൾക്ക് അതുപോലെ ചെയ്തൊക്കെ വോട്ട് ചെയ്യാനൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ക്രമാതീതമായിട്ട് പല ഘട്ടങ്ങളിൽ പലതിലും മാറ്റം വരുന്നത് പോലെ തന്നെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലും അതിൻ്റെതായ മാറ്റം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലുള്ള ആരോപണങ്ങൾ ഇനി ഇല്ലാതിരിക്കൂ. ആരോപണങ്ങളൊന്നുമില്ലാത്ത സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.